വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് മക്രോണി പായസം എന്നാണ് ഇതിൻ്റെ പേര്. നല്ല അടിപൊളിയാണ്, ടേസ്റ്റി ആയിട്ടാണ്, നല്ല തണുത്തോട് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് റേസിൻസ്, തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1/2 കപ്പ് മക്കറോണി, പിന്നെ കുറച്ച് ഗീ റൈസ്, ലെഫ്റ്റ് ഓവർ ഗീ റൈസ് ആയാലും മതി, ഒരു കൈപ്പിടിയോളം മതി. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 3 കപ്പ് പാലും. പിന്നെ നമുക്കിതിന് വേണ്ടത് 3 ക്യാരറ്റ് കുഞ്ഞി പീസായി ഇതുപോലെ മുറിച്ച് വേവിച്ചെടുത്തതാണ്. ഒരു ഗ്രൈൻഡറിൽ 1/2 കപ്പ് മക്രോണി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പൊടി പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഫ്രഷ് ഗീ റൈസ് ആണെങ്കിൽ ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇവിടെ ലെഫ്റ്റ് ഓവർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി ക്യാരറ്റും ആഡ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇവിടെ അരയ്ക്കുന്നത്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്യാരറ്റ് പേസ്റ്റ് വേണ്ടത്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 3 കപ്പ് പാലും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 3 ഏലക്കായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ അരച്ചു വെച്ച ക്യാരറ്റും മക്കറോണിയും ഗീ റൈസും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ. ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചൂടോടെയാണ് ക്യാരറ്റ് മിക്സിലേക്ക് ഒഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആയിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പായസം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത്. ഇത് തണുത്ത് വരുമ്പം കുറച്ചുകൂടി തിക്കായിട്ട് വരും. ജസ്റ്റ് ഒന്ന് നട്ട്സും തേങ്ങാക്കൊത്തും ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. എന്നിട്ടും തേങ്ങാക്കൊത്തും റേസിൻസും ഞാൻ ഇവിടെ നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി ഉമ്മാൻ്റെ ഫ്രണ്ട് സുമിത്താൻ്റെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി കണ്ടപ്പം നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടപ്പം ഞാനും ഒന്ന് ഉമ്മാൻ്റെ കൂടെ കൂടിയെന്നുള്ളൂ. റോസ്റ്റഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി പായസത്തിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അടപ്രഥമൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ പായസത്തിനും. മക്രോണി പായസം ഒട്ടും പറയില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലുള്ള എന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. Thank you all for watching. Have a nice day.